വിജയ് ഹസാരെ ട്രോഫിയിൽ ആദ്യ ദിനം സെഞ്ചുറികളുടെയും വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനങ്ങളുടേതുമായിരുന്നു. രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി തുടങ്ങിയ സൂപ്പർ താരങ്ങളും സെഞ്ചുറി അടിച്ചതോടെ ആദ്യ ദിനം ആരാധകർക്ക് ആവേശമായി മാറി. എന്നാൽ ചില താരങ്ങൾ ആദ്യ മത്സരത്തിൽ നിരാശപ്പെടുത്തിയിരുന്നു. തിളങ്ങാൻ കഴിയാതിരുന്ന 5 സൂപ്പർ താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം. ആദ്യ താരം ഋതുരാജ് ഗെയ്ക്വാദാണ്. ഇന്ത്യൻ ഡൊമസ്റ്റിക് വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ മഹാരാഷ്ട്രയുടെ റൺ മെഷീനാണ് ഗെയ്ക്വാദ്. IPL ചെന്നൈ സൂപ്പർ കിങ്സ് നായകനും ഗെയ്ക്വാദാണ്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നടന്ന ഏകദിന പരമ്പരയിൽ തകർപ്പൻ പ്രകടനമാണ് ഋതുരാജ് ഗെയ്ക്വാദ് കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ ആദ്യ മത്സരത്തിൽ ഗെയ്ക്വാദ് മികച്ച പ്രകടനം നടത്തുമെന്ന് ആരാധകർ പ്രതീക്ഷിച്ചു. എന്നാൽ 3 പന്തിൽ 1 റൺസ് മാത്രം നേടി ഗെയ്ക്വാദ് ബൗൾഡായി മാറി. മത്സരത്തിൽ പഞ്ചാബിനെതിരെ മഹാരാഷ്ട്ര 51 റൺസിന് പരാജയപ്പെട്ടു. അടുത്തതായി നിരാശപ്പെടുത്തിയ താരം ഋഷഭ് പന്താണ്. ആദ്യ മത്സരത്തിൽ ഋഷഭ് പന്തിന്റെ ടീമായ ഡൽഹി ആന്ധ്രാപ്രദേശിനെയാണ് നേരിട്ടത്. ബംഗളൂരുവിൽ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ആന്ധ്രാപ്രദേശ് നിശ്ചിത 50 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 298 റൺസ് നേടി. 105 പന്തിൽ 122 റൺസ് എടുത്ത റിക്കി ബോയിയാണ് ആന്ധ്രക്ക് മികച്ച സ്കോർ സമ്മാനിച്ചത്. മറുപടി ബാറ്റിംഗിൽ ഇറങ്ങിയ ഡൽഹിക്ക് തുടക്കത്തിലെ തിരിച്ചടിയേറ്റു. അർപ്പിത് റാണ 0-ന് പുറത്തായി. എന്നാൽ പ്രിയാൻഷ് ആര്യയും വിരാട് കോഹ്ലിയും ചേർന്ന് 2ാം വിക്കറ്റിൽ 113 റൺസ് കൂട്ടിച്ചേർത്ത് ഡൽഹിയെ കരകയറ്റി. ആര്യ 44 പന്തിൽ 74 റൺസ് നേടിയപ്പോൾ കോഹ്ലി 101 പന്തിൽ 131 റൺസ് എടുത്ത് പുറത്താകാതെ നിന്നു. 55 പന്തിൽ 77 റൺസ് നേടിയ നിതീഷ് റാണയും മികച്ച പിന്തുണ നൽകി. ഡൽഹിക്ക് ജയിക്കാൻ വെറും 25 റൺസ് മാത്രം മതിയായിരുന്ന വിജയം ഏകദേശം ഉറപ്പിച്ച ഘട്ടത്തിലാണ് നായകൻ ഋഷഭ് പന്ത് 5ാമനായി ക്രീസിലെത്തിയത്. എന്നാൽ കളി അവസാനിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. 9 പന്തിൽ 5 റൺസ് എടുത്ത് പന്ത് പുറത്തായി. ഒടുവിൽ ഡൽഹി 4 വിക്കറ്റിന്റെ വിജയം സ്വന്തമാക്കി. അടുത്തതായി ആന്ധ്രാപ്രദേശ് നായകൻ നിതീഷ് കുമാർ റെഡ്ഡിയുടെ കാര്യമാണ് പറയുന്നത്. ഡൽഹിക്കെതിരായ മത്സരത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്താൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. മധ്യനിരയിൽ ബാറ്റ് ചെയ്ത നിതീഷ് 21 പന്തിൽ 23 റൺസ് നേടി പുറത്തായി. ബൗളിംഗിലേക്ക് വന്നാൽ എറിഞ്ഞ ആദ്യ ഓവറിൽ തന്നെ വിക്കറ്റ് വീഴ്ത്തിയെങ്കിലും പിന്നീട് കാര്യങ്ങൾ എളുപ്പമായിരുന്നില്ല. 5 ഓവറിൽ 9.8 ഇക്കണോമിയിൽ 49 റൺസ് വിട്ടുകൊടുത്ത് 1 വിക്കറ്റാണ് നിതീഷ് നേടിയത്. അടുത്തതായി നിരാശപ്പെടുത്തിയ താരം കൃണാൽ പാണ്ഡ്യയാണ്. പാണ്ഡ്യ നയിക്കുന്ന ബറോഡ അസമിനെയാണ് ആദ്യ മത്സരത്തിൽ നേരിട്ടത്. ആദ്യം ബാറ്റ് ചെയ്ത അസം 48.4 ഓവറിൽ 282 റൺസ് എടുത്താണ് മടങ്ങിയത്. ബൗളിംഗിൽ കൃണാലിന് തിളങ്ങാനായില്ല. 10 ഓവറിൽ 51 റൺസ് വഴങ്ങിയ താരത്തിന് വിക്കറ്റൊന്നും ലഭിച്ചില്ല. ബാറ്റിംഗിലും ബറോഡ ക്യാപ്റ്റൻ നിരാശപ്പെടുത്തി. 4ാം നമ്പറിൽ ഇറങ്ങിയ കൃണാൽ 3 പന്തിൽ 2 റൺസ് മാത്രമാണ് നേടിയത്. എന്നാൽ പ്രിയാൻഷു മോലിയ, വിഷ്ണു സോളങ്കി എന്നിവരുടെ അർദ്ധ സെഞ്ചുറികളുടെ കരുത്തിൽ ബറോഡ 5 വിക്കറ്റിന്റെ വിജയം സ്വന്തമാക്കി. 47.5 ഓവറിലാണ് ബറോഡ വിജയലക്ഷ്യം മറികടന്നത്. അടുത്തതായി തിളങ്ങാതെ പോയ താരം ബംഗാളിന് വേണ്ടി കളിച്ച ആകാശ് ദീപാണ്. ബംഗാളിനെതിരെ ആദ്യം ബാറ്റ് ചെയ്ത വിദർഭ സെഞ്ചുറി നേടിയ അമൻ മൊക്കാഡയുടെയും ധ്രുവ് ഷോറയുടെയും കരുത്തിൽ 382 എന്ന പടുകൂറ്റൻ സ്കോർ നേടി. ബംഗാൾ നിരയിൽ വെറ്ററൻ പേസർ മുഹമ്മദ് ഷമി 2 വിക്കറ്റുകൾ വീഴ്ത്തിയപ്പോൾ 9 ഓവറിൽ 9.6 ഇക്കണോമിയിൽ 86 റൺസാണ് താരം വിട്ടുകൊടുത്തത്. വിക്കറ്റൊന്നും ലഭിച്ചതുമില്ല. എന്നാൽ മറുപടി ബാറ്റിംഗിൽ ബംഗാൾ ബാറ്റർമാരുടെ മികച്ച പ്രകടനത്തിലൂടെ 7 പന്തുകൾ ബാക്കി നിൽക്കെ അവർ 3 വിക്കറ്റിന്റെ വിജയം സ്വന്തമാക്കി. ഡിസംബർ 26-നാണ് വിജയ് ഹസാരെ ട്രോഫിയിലെ 2ാം മത്സരങ്ങൾ നടക്കുക. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.